ഏറ്റവും എളുപ്പം ചിക്കൻ കറി പറഞ്ഞ. പിന്നെ ചിക്കൻ കറി ഭയങ്കര എളുപ്പാ. നീ ഒന്ന് എഴുന്നേറ്റ് പൊയ്ക്കേ. മാമി അത് പറഞ്ഞ പ്ലീസ്. അത് എനിക്ക് സ്കൂളിൽ പറയാനുള്ള അല്ലേ. സ്കൂളിൽ നീ പറയണ്ട. എനിക്ക് തന്നെ അറിയത്തില്ല തക്കളി ചിക്കൻ കറി ഒന്നും നന്നായിട്ട് വെക്കാൻ. ഞാൻ നിന്റെ അമ്മയോടും ഒക്കെ ചോദിച്ചിട്ടല്ലേ ഇവിടെ വന്ന് വെക്കുന്നത്. എന്നാ പിന്നെ ഇതൊന്നും വേണ്ട, ഏറ്റവും എളുപ്പമുള്ളൊരു കറി പറഞ്ഞ. നിനക്കിപ്പോ സ്കൂളിൽ പോയി പറയാനല്ലേ? അല്ല ചമ്മന്തി അരക്കുന്ന കാര്യം. ആ അത് കൊള്ളാം, അത് പറഞ്ഞ. അത് മതിയാ? അതാമ്മ ഞാൻ മര്യാദക്ക് പറഞ്ഞുതരാം. ആദ്യം തേങ്ങ എടുക്കണം. എത്ര എണ്ണം? നിങ്ങൾ ആകെ എത്ര പേരുണ്ട്? 3 പേര്. അപ്പം ഒരു തേങ്ങയുടെ 1 മുറി മതി. മുറി. പിന്നെ ഒരു മിനിറ്റ്. ഇളക്കണോ? വേണ്ട വേണ്ട, നീ ഇളക്കണ്ട. നീ അവിടെ മിണ്ടാതിരുന്നാ മതി. പിന്നെ കുറച്ച് ഉള്ളി എടുക്കണം. ഉള്ളി എത്ര എണ്ണം? ഇതൊക്കെ ചെയ്ത് വരുമ്പോഴേ അറിയാൻ പറ്റുള്ളൂ. ഒരു 10 എണ്ണം. ആ 10 എണ്ണം. ഉള്ളി കൂടുതൽ ഇട്ടാ ടേസ്റ്റ് കൂടും. ഉള്ളി എടുക്കണം. പിന്നെ കുറച്ച് ഉപ്പ്, 1 സ്പൂൺ ഉപ്പ്. ഉപ്പ് കുറെ ഒന്നും വാരി ഇടല്ലേ. ഉപ്പും പിന്നെ മുളക് പൊടി. കുറച്ച് മുളക് പൊടി. മറ്റേ പുളി ഇല്ലേ, വാളംപുളി, നമ്മൾ തിന്നുന്ന പുളി, അത് കുറച്ചിടണം. ഇതും കൂടി ഇട്ടിട്ട് ഇത്തിരി ഇട്ടിട്ട് നല്ല നമ്മുടെ അമ്മിയില്ലേ, അമ്മിയിലിട്ട് നന്നായിട്ട് അരയ്ക്കണം. അരച്ചെടുക്കുമ്പോ ചമ്മന്തിയാവും. അത്രേ ഉള്ളൂ. സിമ്പിളാ. മാമി അതുകൊണ്ടായിരിക്കും വെള്ള ചമ്മന്തി മാമിക്ക് അതല്ല ഇഷ്ടം. പറഞ്ഞ പോലെ എനിക്ക് തന്നെ പണി വെക്കണം നോക്കിയാ പോയെഴുന്നേറ്റ്. അല്ലെ വെള്ള ചമ്മന്തി ഇതാണല്ലേ? വെള്ളച്ചമ്മന്തി അല്ല, മുളകേ മതി. നിനക്കിപ്പോ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാ? അല്ല ഇതെല്ലാം പഠിച്ചു നോക്കേണ്ടി ഇനിയിപ്പൊ വലുതാവുമ്പോ. ഇപ്പൊ നീ പാചകം പഠിക്കാനുള്ള സമയമാണോ അതോ സ്കൂളിലെ പഠിക്കാനുള്ള സമയമാണോ? മര്യാദക്ക് പോയി സ്കൂളിലത്തെ പഠിച്ചോ. നിന്റെ ഡാഡി പറയണ എന്താണെന്നറിയോ? നല്ലു വന്നതിന് ശേഷം നീ ഇവിടുന്ന് ഇറങ്ങണില്ലെന്നാ. പരീക്ഷക്ക് എങ്ങനെ മാർക്ക് പറഞ്ഞാ നിന്റെ ഡാഡി പിടിച്ചേ നിന്നെ കെട്ടിച്ചു വിടും. പിന്നെ സത്യം ഞാൻ പോണേ. പോവോ? ശരി, ടാറ്റ.